അത് വളരെ നേർക്കുനേരെ അനുഭവപ്പെട്ട സംഭവമാണ്, അത്ഭുതകരമായ സംഭവമാണ്. നവാസ് ബിൻ സബ്ആനിൽ നിന്ന് നിവേദനം. ദജ്ജാലിനെ കുറിച്ച് സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഭൂമിയിൽ അവന്റെ താമസം എത്ര കാലമാണ്? നബി പറഞ്ഞു, 40 ദിവസം. ഒരു ദിവസം ഒരു വർഷത്തിന് സമാനമാണ്. ഒരു ദിവസം ഒരു മാസത്തെപ്പോലെയും ഒരു ദിവസം ഒരാഴ്ചയെപ്പോലെയും മറ്റു ദിവസങ്ങൾ മറ്റ് സാധാരണ ദിവസങ്ങൾ പോലെയുമാണ്. സ്വഹാബത്ത് വീണ്ടും ചോദിച്ചു, ഒരു വർഷത്തെപ്പോലെ ദൈർഘ്യമുള്ള ആ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ നമസ്കാരം മതിയാകുമോ? തിരുമേനി പറഞ്ഞു, മതിയാകില്ല. ഓരോ നമസ്കാരത്തിന്റെയും ഇടയിലുള്ള കണക്കുകൂട്ടി അതടിസ്ഥാനത്തിൽ നമസ്കരിക്കുക. ഞങ്ങൾ സ്വഹാബികൾ വീണ്ടും ചോദിച്ചു, ഭൂമിയിൽ അവന്റെ വേഗത എത്രയാണ്? നബി പറഞ്ഞു, ഒരു മഴയെ കാറ്റ് കൊണ്ടുവരുന്ന അത്രയും വേഗതയാണ്. അവൻ ഒരു ജനവിഭാഗത്തിന്റെ അടുത്ത് ചെന്ന് അവരെ ക്ഷണിക്കുമ്പോൾ അവർ അവനിൽ വിശ്വസിക്കുകയും അവനുത്തരം നൽകുകയും ചെയ്യും. എന്നിട്ടവൻ ആകാശത്തോട് മഴ വർഷിക്കാൻ കൽപ്പിക്കും. അതോടെ ആകാശം മഴ വർഷിപ്പിക്കും. ഭൂമിയോട് സസ്യങ്ങളെ മുളപ്പിക്കാൻ ആവശ്യപ്പെടും. അതോടെ ഭൂമി സസ്യങ്ങളെ മുളപ്പിക്കും. അങ്ങനെ അവരുടെ നാൽക്കാലികൾ ഉയർന്ന പൂഞ്ഞകളുമായി നിറഞ്ഞ വയറുകളും നിറഞ്ഞൊഴുകുന്ന അകിടുകളുമായി തിരിച്ചെത്തും. അവനൊരു വരണ്ട പ്രദേശത്തുകൂടി നടന്നിട്ട് അതിനോട് പറയും, നിന്റെ നിധികളെ പുറത്തു കൊണ്ടുവരിക. അപ്പോൾ തേനീച്ചക്കൂട്ടത്തെപ്പോലെ അതിലെ നിധികൾ അവനെ പിന്തുടരും. പിന്നീട് യൗവനം നിറഞ്ഞ ഒരു യുവാവിനെ ദജ്ജാൽ വിളിച്ചു വരുത്തും. എന്നിട്ട് ആ യുവാവിനെ വാളുകൊണ്ട് വെട്ടുകയും രണ്ടായി മുറിച്ച് പിളർത്തി ദൂരേക്കെറിയുകയും ചെയ്യും. എന്നിട്ട് ദജ്ജാൽ അവനെ വിളിക്കുമ്പോൾ പ്രസന്നമുഖവുമായി ചിരിച്ചുകൊണ്ടവൻ മുന്നോട്ട് വരും. അവനൊരു ഗ്രാമീണ അറബിയോട് പറയും, നിനക്ക് വേണ്ടി നിന്റെ മാതാപിതാക്കളെ ജീവിപ്പിച്ചാൽ നീ ഞാൻ റബ്ബാണെന്ന് വിശ്വസിക്കുമോ? ഗ്രാമീണൻ പറയും, അതെ. അങ്ങനെ 2 പിശാചുക്കൾ അയാളുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും, മകനെ, നീ അവനെ പിൻപറ്റുക, നിശ്ചയം ഇവൻ റബ്ബാണ് എന്ന് പറയുകയും ചെയ്യും. അവൻ വരുന്ന സ്ഥലമേതാണെന്ന് പ്രവാചകൻ പറഞ്ഞു. നിശ്ചയം അവൻ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരിക. അതിന് ഖുറാസാൻ എന്ന് പറയും. ഇസ്ബഹാനിലെ 70,000 ജൂതന്മാർ അവന്റെ കൂടെയുണ്ടാകും. അവരുടെ മുഖങ്ങൾ ചുറ്റിക കൊണ്ട് അടിച്ചുറപ്പിച്ച തോൽ കൊണ്ടുള്ള പരിചകൾ പോലെയിരിക്കും. ഒരു ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവൻ കിഴക്ക് ഭാഗത്തു നിന്ന് വരുമെന്നാണ്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏതായിരിക്കാനാണ് സാധ്യത? മസീഹ് ദജ്ജാൽ പുറപ്പെടുന്നത് കിഴക്ക് ഭാഗത്തു നിന്നാണ് എന്ന് പറഞ്ഞാൽ അറേബ്യയുടെ കിഴക്ക് ഭാഗത്താണ് ഇറാൻ. ഇറാനിലെ ഖുറാസാനിൽ നിന്നാണ് എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല, അവൻ പുറപ്പെട്ട ശേഷം ഇറാനിലെ ഇസ്ഫഹാൻ എന്ന സ്ഥലത്ത് നിന്ന് 70,000-ഓളം ജൂതന്മാര് അവന്റെ കൂടെ പിന്തുടരും എന്നും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും അവൻ പ്രവേശിക്കും. എന്നാൽ മക്കയിലേക്കും മദീനയിലേക്കും അവന് പ്രവേശനം നിഷേധിക്കപ്പെടും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി തിരുമേനി പറഞ്ഞു, മസീഹു ദജ്ജാലിനെ കുറിച്ചുള്ള ഭയം മദീനയിലുണ്ടാവുകയില്ല. അന്ന് മദീനയ്ക്ക് 7 കവാടങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ കവാടത്തിലും 2 മലക്കുകൾ ഉണ്ടായിരിക്കും. അനസ് ബിൻ മാലിക്കിൽ നിന്ന് നിവേദനം. നബി തിരുമേനി പറഞ്ഞു, ദജ്ജാൽ ചവിട്ടാത്തൊരു പ്രദേശവും ഉണ്ടാകുകയില്ല, മക്കയും മദീനയും ഒഴികെ. അവക്ക് വലിയായി പാറാവ് നിന്നുകൊണ്ട് അവിടങ്ങളിലെ ഓരോ മാർഗങ്ങളിലും മലക്കുകൾ ഉണ്ടാവും. പിന്നെ മദീന അവിടുത്തെ നിവാസികളോടുകൂടി 3 തവണ കുലുങ്ങും. അങ്ങനെ കപടവിശ്വാസികളായ എല്ലാവരും അവനിലേക്ക് പുറപ്പെടും. ഇരുമ്പിലെ മാലിന്യങ്ങൾ നീങ്ങിപ്പോകുന്നത് പോലെ അവർ പുറന്തള്ളപ്പെടും. ഉഹദിന് പിന്നിലുള്ള ജുറൂഫ് എന്ന സ്ഥലത്തെ ഉപ്പു പ്രദേശത്തിന്റെ അരികിൽ വരികയും അവിടെ തമ്പടിക്കുകയും ചെയ്യും. സുദീർഘമായ മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ പറഞ്ഞു, ദജ്ജാൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ വിശ്വാസികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അവന്റെ അടുക്കിലേക്ക് പോകും. അവിടെ വെച്ച് ആയുധധാരികളായ ദജ്ജാലിന്റെ ആളുകളുമായി ആ വിശ്വാസി കണ്ടുമുട്ടും. അവർ ചോദിക്കും, എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ ആ വിശ്വാസിയോട് ചോദിക്കും, നീ ഞങ്ങളുടെ നാഥനായ ദജ്ജാലിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ വിശ്വാസിയായ ആൾ പറയും, ഞങ്ങളുടെ നാഥനെക്കുറിച്ചുള്ള ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ അവർ പറയും, അവനെ വധിച്ചു കളയുക. അപ്പോൾ അവരിൽ ചിലർ പറയും, നിങ്ങളുടെ നാഥന്റെ അഥവാ ദജ്ജാലിന്റെ സമ്മതമില്ലാതെ ഒരാളെ കൊല്ലുന്നത് വിരോധിച്ചിട്ടില്ലേ? അങ്ങനെ അവർ അവനെയും കൊണ്ട് ദജ്ജാലിനരികിലേക്ക് പോകും. ആ വിശ്വാസിയായ മനുഷ്യൻ ദജ്ജാലിനെ കാണുമ്പോൾ ഇങ്ങനെ പറയും, ഓ ജനങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ദജ്ജാലാണിത്.
അപ്പോൾ ദജ്ജാൽ ആജ്ഞാപിക്കും, ഇവനെ പിടിക്കുക, അവന്റെ കഴുത്തറക്കുക, അവന്റെ വയറും മുതുകും വികൃതമാക്കുക. ശേഷം അവൻ ചോദിക്കും, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അവൻ പറയും, നീ വ്യാജവാദിയായ മസീഹു ദജ്ജാലാണ്. അപ്പോൾ ദജ്ജാൽ പറയും, ഞാൻ നിന്നെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്താൽ നീ എന്നിൽ വിശ്വസിക്കുമോ? അവൻ ഇല്ലെന്ന് മറുപടി പറയുമ്പോൾ ദജ്ജാൽ ഈർച്ചവാൾ കൊണ്ടുവന്ന് 2 കഷ്ണമാക്കാൻ കൽപ്പിക്കും. ആ 2 കഷ്ണങ്ങൾക്കിടയിലൂടെ അവൻ നടക്കും. എന്നിട്ട് അവനോട് പറയും, എഴുന്നേൽക്കുക. അപ്പോൾ അവൻ ഉയിർത്തെഴുന്നേറ്റ് നിൽക്കും. വീണ്ടും ചോദിക്കും, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ആ യുവാവ് പറയും, അല്ലാഹുവാണേ സത്യം, നിന്നെക്കുറിച്ചുള്ള എന്റെ വിവരം വർദ്ധിക്കുക മാത്രമാണുണ്ടായത്. ആ വിശ്വാസി വീണ്ടും പറയും, ഓ ജനങ്ങളെ, എന്നെ ചെയ്തതുപോലെ ഒരാളോടും ചെയ്യാൻ അവനിനി കഴിയില്ല. അപ്പോഴതാ ആ വിശ്വാസിയുടെ കഴുത്തറക്കാൻ ദജ്ജാൽ അയാളെ പിടിക്കും. ആ യുവാവിന്റെ കഴുത്തറ്റം തൊട്ട് തൊണ്ടക്കുഴി വരെയുള്ള ഭാഗം ചെമ്പ് ആക്കപ്പെടും. അതുകൊണ്ട് അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല. തുടർന്ന് ആ യുവാവിന്റെ 2 കൈകാലുകളും കൂട്ടിപ്പിടിച്ച് ദൂരേക്കെറിയും. എന്നാൽ അയാൾ നരകത്തിലേക്കാണ് എറിയപ്പെട്ടതെന്ന് ആളുകൾ വിചാരിക്കും. പക്ഷേ സ്വർഗത്തിലേക്കാണ് അവൻ എറിയപ്പെട്ടത്. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സർവ്വലോക രക്ഷിതാവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ രക്തസാക്ഷിയാണവൻ. മസീഹു ദജ്ജാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? മസീഹ് ദജ്ജാൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല കാരണങ്ങളാൽ. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും മസീഹ് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ തെളിവ്, മസീഹ് ദജ്ജാൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് തെളിവ്, മസീഹ് ദജ്ജാലിനെ താൻ കണ്ടു. മെഡിറ്ററേനിയൻ കടലിലോ അതോ യമൻ കടലിലോ ഒരു ദ്വീപിൽ താൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിം അല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ കണ്ട വിവരം പിന്നീട് മുസ്ലിം ആയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചുകൊണ്ട് സഹാബാക്കളോട് പറയുകയും ചെയ്തു. മറ്റൊരു തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവനെ തടുത്തോളാം എന്ന് പറഞ്ഞു. ഇതിന്റെയും പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ കണ്ടു, ഇബ്നു സയ്യാദ്. അവൻ മസീഹ് ദജ്ജാൽ ആണോ അല്ലേ എന്ന് പരിശോധിക്കണം എന്ന ഉദ്ദേശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കൂടെ അവന്റെ അടുക്കൽ പോയി. അത് ഇതിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് മസീഹ് ദജ്ജാൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെയാണ്. വാഗ്ദത്തം ചെയ്യപ്പെട്ട ദജ്ജാലിനെ ക്രിസ്ത്യാനിയായിരുന്ന സമയത്ത് തമീമുദ്ദാരി കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാനാകും. ഫാത്തിമ ബിൻത് ഖൈസ് പറയുന്നു, നമസ്കാരത്തിനു വേണ്ടി ഒരുമിച്ച് കൂടാൻ ഒരാൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ നമസ്കാരത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് മിമ്പറിൽ കയറിയിരുന്നു. എന്നിട്ട് ഞങ്ങളോടായി ചോദിച്ചു, നിങ്ങളെ എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹുവും അവന്റെ ദൂതരുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്തെങ്കിലും നേടാൻ ആഗ്രഹിച്ചുകൊണ്ടോ വല്ലതിനെയും കുറിച്ച് പേടിപ്പെടുത്താനുമല്ല, മറിച്ച് ഒരു കാര്യം അറിയിക്കാനാണ്. അതായത്, ക്രിസ്ത്യാനിയായിരുന്ന തമീമുദ്ദാരി ഇവിടെ വന്ന് മുസ്ലിമായിരിക്കുന്നു. മസീഹു ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതിനോട് യോജിക്കുന്ന ഒരു സംഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം ലക്മ് ജുസാം ഗോത്രങ്ങളിലെ 30 ആളുകൾക്കൊപ്പം കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. കടൽ പ്രക്ഷുബ്ധമായി തിരമാലയിലകപ്പെട്ട് അവരെയും കൊണ്ട് ആടിക്കളിച്ചു. പിന്നീട് തിരമാലകൾ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ദ്വീപിനോടടുത്തെത്തിച്ചു. അവർ ചെറുതോണികളിലായി ആ ദ്വീപിലെത്തി. അവിടെ ധാരാളം രോമങ്ങളുള്ള പരിപരുത്ത ഒരു ജീവിയെ കണ്ടു. രോമാവൃതമായതിനാൽ അതിന്റെ മുൻഭാഗവും പിൻഭാഗവും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ ചോദിച്ചു, നിനക്ക് നാശം, നീ എന്താണ്? അത് പറഞ്ഞു, ഞാൻ ജസ്സാസയാണ്. നിങ്ങൾ ആ കോട്ടയിലുള്ള മനുഷ്യന്റെ അടുക്കൽ പോകുക, അദ്ദേഹത്തിന് നിങ്ങളെക്കുറിച്ചറിയാൻ ആഗ്രഹമുണ്ട്. തുടർന്ന് തമീമുദ്ദാരി പറഞ്ഞു, അത് പിശാചായേക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഭയപ്പാടോടെ ധൃതിപ്പെട്ട് ആ കോട്ടയിലുള്ള മഠത്തിലെത്തി. അപ്പോഴതാ 2 കൈകൾ പിരടിയിലേക്കും 2 മുട്ടുകൾ ഞെരിയാണിയിലേക്കും ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിതനായ നിലയിൽ ഒരു വലിയ മനുഷ്യൻ. അവൻ പറഞ്ഞു, ബൈസാനിലുള്ള ഈന്തപ്പനകളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. ഞങ്ങൾ ചോദിച്ചു, അതിന്റെ ഏത് കാര്യമാണ് നിനക്കറിയേണ്ടത്? അയാൾ പറഞ്ഞു,
അതിലെ ഈത്തപ്പന ഇപ്പോഴും കായ്ക്കാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ. അപ്പോൾ അവൻ പറഞ്ഞു, അതിന്റെ ഫലം കായ്ക്കുന്നത് നിർത്താറായിട്ടുണ്ട്. അവൻ വീണ്ടും പറഞ്ഞു, തൊബിരിയ തടാകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. ഞങ്ങൾ ചോദിച്ചു, അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയേണ്ടത്? അവൻ ചോദിച്ചു, ആ അരുവിയിൽ വെള്ളമുണ്ടോ? അവിടുത്തുകാർ ആ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതിൽ ധാരാളം വെള്ളമുണ്ട്. അവിടുത്തുകാർ അതുപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അവൻ ചോദിച്ചു, നിരക്ഷരരുടെ പ്രവാചകൻ എന്തൊക്കെ ചെയ്തു? അവർ പറഞ്ഞു, അദ്ദേഹം മക്കയിൽ നിന്നും യസ്രിബിൽ പോയി താമസിക്കുന്നു. അവൻ ചോദിച്ചു, അറബികൾ അവനുമായി യുദ്ധം ചെയ്തുവോ? ഞങ്ങൾ പറഞ്ഞു, അതെ. അവൻ ചോദിച്ചു, അവരെ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ആ നാട്ടിലെ അറബികളുടെ മേൽ വിജയം വരിച്ചിരിക്കുന്നു. അവർ ആ പ്രവാചകനെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, അതുണ്ടായോ? ഞങ്ങൾ പറഞ്ഞു, അതെ. അയാൾ പറഞ്ഞു, എങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കലാണ് അവർക്കുത്തമം. ഇനി ഞാൻ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വിവരിച്ചു തരാം. ഞാനാണ് മസീഹുദ് ദജ്ജാൽ. ഇനി ഏറെ താമസിയാതെ ഞാൻ പുറത്തുവരും. ഭൂമിയിൽ ഞാൻ ചുറ്റി സഞ്ചരിക്കും. ഒരു ഗ്രാമവും ഒഴിവാക്കാതെ 40 രാത്രി ചിലവഴിക്കും. മക്കയും മദീനത്ത് ത്വയ്ബയും ഒഴികെ അവ രണ്ടും എനിക്ക് നിഷിദ്ധമാണ്. ആ രണ്ടിടങ്ങളിൽ ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ പാറാവുകാരനായ മലക്ക് വാളുമായി എന്നെ നേരിടും. അതിന്റെ എല്ലാ കവാടങ്ങളിലും പാറാവുകാരായ മലക്കുകളുണ്ടാവും. ഇത്രയും പറഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിലുള്ള വടി മിമ്പറിൽ കുത്തിക്കൊണ്ട് 3 പ്രാവശ്യം പറഞ്ഞു, ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അതെ. നബി പറഞ്ഞു, മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുമായി തമീമുദ്ദാരിയുടെ വർത്തമാനം യോജിച്ചു വന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. മസീഹുദ് ദജ്ജാലിനെ തമീമുദ്ദാരി കണ്ടു എന്ന് പറയുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞ അതേ കാര്യങ്ങളുമായിട്ട് തമീമുദ്ദാരിയുടെ വാക്കുകൾ യോജിച്ചു വന്നു. അപ്പൊ തമീമുദ്ദാരി കണ്ട ഈ മസീഹുദ് ദജ്ജാലിനെ കണ്ടെത്താൻ വല്ല ഗവേഷണങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ടോ? മസീഹുദ് ദജ്ജാലിനെ തമീമുദ്ദാരി കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മസീഹുദ് ദജ്ജാൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഈ മസീഹുദ് ദജ്ജാലിനെ കണ്ടെത്താൻ കഴിയില്ലേ? ആർക്കും കണ്ടെത്താൻ കഴിയില്ലേ? എന്താ അത് മറച്ചു വെക്കപ്പെട്ടതാണോ? മസീഹുദ് ദജ്ജാലിനെ ഒരു ഗവേഷണ രൂപത്തിൽ മസീഹുദ് ദജ്ജാൽ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇതുവരെ ലോകത്ത് നടന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. തമീമുദ്ദാരി പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപിലോ യമൻ കടലിലെ ദ്വീപിലോ എന്നാണ്. മറ്റുള്ള റിപ്പോർട്ടുകളും വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടെണ്ണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകാൻ സാധിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപാണ്. മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് സൈപ്രസ്. സൈപ്രസിലെ മുസ്ലിം സംഘടനകളുടെ അഡ്രസ് തേടിപ്പിടിക്കുകയും അവരുടെ ഇമെയിൽ സംഘടിപ്പിക്കുകയും അതിൽ ഞാൻ ഒരു ഇമെയിൽ സന്ദേശം അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ ലക്ഷണമുള്ള ഒരു വ്യക്തി അവരുടെ സൈപ്രസിലെ ഏതെങ്കിലും ജൂത കേന്ദ്രങ്ങളിലോ മറ്റോ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി. അതിന് മറുപടി കിട്ടിയിട്ടില്ല. എങ്കിലും ആ രൂപത്തിലുള്ള ഒരു ഗവേഷണം നടത്തിയാൽ ആ മുസ്ലിമായ കാലഘട്ടത്തിൽ തമീമുദ്ദാരിക്ക് കാണാമെങ്കിൽ നമുക്കും ഒരു ഗവേഷണത്തിലൂടെ കണ്ടെത്തിക്കൂടായൊന്നുമില്ല. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മസീഹുദ് ദജ്ജാലിനെ വധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈസാ ഇബ്നു മറിയം വന്നിട്ടാ വധിക്കുക. എങ്കിലും കാണാൻ കഴിയില്ല, മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് മറക്കപ്പെട്ടതാണ് എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഏതായാലും ഗവേഷണത്തിന്റെ കുറവ് ഈ രംഗത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള 3 വർഷം ക്ഷാമത്തിന്റെ കാലമാണ്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ കഠിനമായ പട്ടിണിയിലായിരിക്കും. അതിൽ 1-ാമത്തെ വർഷം ആകാശത്തോട് 1/3 മഴയെ പിടിച്ചു നിർത്താൻ അല്ലാഹു കൽപ്പിക്കും. 1/3 സസ്യങ്ങളെ ഭൂമിയോടും. 2-ാമത്തെ വർഷം ആകാശത്തോട് 2/3 മഴയെ പിടിച്ചു നിർത്താൻ കൽപ്പിക്കും. 2/3 സസ്യങ്ങളെയും പിടിച്ചുവെക്കാൻ ഭൂമിയോടും കൽപ്പിക്കും. പിന്നീട് 3-ാമത്തെ വർഷം ആകാശത്തോട് മുഴുവൻ മഴയെയും പിടിച്ചുവെക്കാൻ കൽപ്പിക്കും. അങ്ങനെ അത് ഒരു തുള്ളിയെപ്പോലും പെയ്യിക്കില്ല. ഭൂമിയോട് അതിന്റെ മുഴുവൻ സസ്യങ്ങളെയും പിടിച്ചുവെക്കാനും ആജ്ഞാപിക്കും. അങ്ങനെ അത് ഒരു ചെടിയും മുളപ്പിക്കുകയില്ല. കുളമ്പുള്ള ഒരു ജീവിയും നശിക്കാതെ ബാക്കിയാവുകയില്ല.
അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. ആരോ ചോദിച്ചു, അക്കാലത്ത് ജനങ്ങൾ എങ്ങനെ ജീവിക്കും? അവിടുന്ന് പറഞ്ഞു, തഹ്ലീൽ, തക്ബീർ, തസ്ബീഹ്, തഹ്മീദ് ഇവയെല്ലാം ഭക്ഷണത്തിന് പകരം മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിഴക്ക് ഭാഗത്തുനിന്ന് അവൻ വരും. എന്നിട്ടവൻ ഈലിയ പർവ്വതത്തിനരികിലേക്ക് വരികയും അവിടെയുള്ള മുസ്ലിങ്ങളെ ഉപരോധിക്കുകയും ചെയ്യും. ജനങ്ങൾ ദജ്ജാലിൽ നിന്നും ഓടി മലയിലേക്ക് കയറും. മസീഹു ദജ്ജാൽ മക്കയും മദീനയും ഒഴിച്ച് എല്ലാ രാജ്യങ്ങളിലും അവൻ എത്തിപ്പെടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മക്കയിലേക്കും മദീനയിലേക്കും അവന് പ്രവേശനമില്ല എന്നും ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും. മസീഹ് ദജ്ജാൽ മക്കയും മദീനയും ഒഴിച്ച് ലോകത്തെ എല്ലാ നാടുകളിലും സഞ്ചരിക്കും, കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മക്കക്കും മദീനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുന്നതിനാൽ അങ്ങോട്ട് പ്രവേശിക്കാൻ അവന് കഴിയില്ല. മദീനക്കടുത്തുള്ള മദീനയുടെ അതിർത്തിയായ വഹദ് മലയുടെ മുകളിൽ നിന്നുകൊണ്ട് എന്റെ ഈ പള്ളി നോക്കിയിട്ട് ആരുടേതാണ് വെള്ളക്കൊട്ടാരം എന്ന് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മദീന പള്ളി ഒരു ചെറ്റക്കുഴിലായി നിന്ന ഒരു മണ്ണുകൊണ്ടുള്ള ചുമരും ഏതാനും ഈത്തപ്പനയോലകളും മാത്രമുള്ള ഒരു കുടിൽ ആയിരുന്ന കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പള്ളിയെക്കുറിച്ച് വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് പറയുന്നത്. ഇതിന്മേൽ തന്നെ ആ പള്ളി ഒരു വലിയ കൊട്ടാരം പോലെ ആയിത്തീരും എന്നും അതിന്റെ പെയിന്റിന്റെ കളർ പോലും വെള്ളയായിരിക്കുമെന്നും പ്രവചനത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇന്ന് അത് യാഥാർത്ഥ്യമായി. ആ മദീനയുടെ കടുത്തുള്ള ആ വഹദ് മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു വ്യക്തമായ വെള്ള കൊട്ടാരമായിട്ട് തന്നെ ഈ മദീന മസ്ജിദ് നബവി കാണപ്പെടുന്നു എന്ന് തന്നെ അള്ളാഹുവിന്റെ റസൂലാണ് സംസാരിച്ചത്. അള്ളാഹുവിന്റെ ദൂതന്റെ പ്രവചനം കൃത്യമായും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹി അനുസരിച്ച് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ യജൂജ് മഅജൂജുമായി ബന്ധപ്പെട്ട് പറയുന്ന ചരിത്ര സംഭവങ്ങളിൽ അവർ വരുമെന്നും തുബരി തടാകത്തിൽ വെച്ച് അവർ വെള്ളം കുടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു ലഘു വിവരണം നൽകാൻ സാധിക്കും? യജൂജ് മഅജൂജ് എന്നറിയപ്പെടുന്നത് മംഗോളിയ താർത്താരി വർഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകനായ യാഫിസിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകനാണ് യജൂജ്, മറ്റൊരു മകനാണ് മഅജൂജ്. അവരുടെ സന്താന പരമ്പരകളാണ് യജൂജ് മഅജൂജ് വർഗ്ഗക്കാർ. അവരെല്ലാവരും അവിശ്വാസികളും ദുഷ്ടന്മാരൊന്നുമല്ല. അവരിൽ ദുഷ്ടരുണ്ട്, അവിശ്വാസികളൊക്കെ ഉണ്ട്. അവര് ഇനി ഈസാ അലൈഹിസ്സലാം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ശേഷം, ദജ്ജാലിനെ കൊന്ന ശേഷം ഭരണം തുടങ്ങുമ്പോഴേക്കും യജൂജ് മഅജൂജിന്റെ കൂട്ടത്തോടുള്ളൊരു വരവുണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ ഈസാ അലൈഹിസ്സലാം താമസിക്കുന്ന വീട് വളയും, എന്നൊരു ശക്തമായ ഉപരോധം സൃഷ്ടിക്കും, വളരെയധികം പ്രയാസപ്പെടും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ഈ വർഗത്തിൽപ്പെട്ട ദുഷ്ടരായ ആൾക്കാർ വന്ന് ഈസാ അലൈഹിസ്സലാം താമസിക്കുന്ന വീട് വളഞ്ഞിട്ട് ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല അവര് ഇറങ്ങി വരുമ്പോൾ തൊബരി തടാകത്തിൽ വെച്ച് വെള്ളം കുടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തൊബരി തടാകം എന്ന് പറഞ്ഞാൽ ഇന്ന് വടക്കൻ ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്ന ലേക്ക് ഓഫ് ഗലീലി ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊബരി തടാകത്തിൽ പോയി അത് കാണുകയും അതിന്റെ സ്ഥാനം നിർണയിക്കുകയും അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്ത ശേഷം പറഞ്ഞതല്ല. വഹയിന്റെ കൃത്യത കൊണ്ടാണ് ആ മദീനത്തിരുന്നുകൊണ്ട് ആ ഫലസ്തീന്റെ വടക്ക് ഭാഗത്ത്, അഥവാ അന്നത്തെ ഫലസ്തീൻ, ഇപ്പോ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള തൊബരി തടാകത്തെ പറ്റി പറഞ്ഞു. അതിൽ നിന്നാണ് ജോർഡാൻ നദി തുടങ്ങുന്നത്. ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ തൊട്ടടുത്തുള്ള കുന്നുകളാണ് സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾ. ആ ഗോലാൻ കുന്നിന്റെ തൊട്ടടുത്താണ് ഈ ലേക്ക് ഓഫ് ഗലീലി സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല കുന്നിൻ പ്രദേശത്തുകൂടെ യജൂജ് മഅജൂജ് ഇറങ്ങി വരും. മിൻ കുല്ലി ഹദമിൻ യൻസിലൂൻ എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്. ഈ കുന്ന് ഈ ഗോലാൻ കുന്നുകളായിരിക്കാനാണ് ഈ പ്രയോഗത്തിൽ നിന്ന് സാധ്യത കാണുന്നത്. കാരണം ഈ തൊബരി തടാകവും ഗോലാൻ കുന്നുകളും വളരെ അടുത്താണ് എന്നതുകൊണ്ട് തന്നെ. ഞാൻ പറഞ്ഞു, യജൂജ് മഅജൂജ് എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകനായ യാഫിസിന്റെ സന്താനങ്ങളിൽപ്പെട്ടതാണ് യജൂജും മഅജൂജും. അവരുടെ സന്താന പരമ്പരകളായി വന്ന വർഗ്ഗക്കാരാണ് ഈ മംഗോളിയ താർത്താരി വർഗ്ഗക്കാരൊക്കെ. അവരുടെ കുഴപ്പങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ചെങ്കിസ് ഖാന്റെ ഒരു വമ്പിച്ച ആക്രമണം മുസ്ലിം ലോകത്തിന് മേൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ആ ആക്രമണം കൊണ്ട് കഴിഞ്ഞിട്ടില്ല.
ഈസാ അലിഹിസ്സലാം ഭൂമിയിൽ ഇറങ്ങി വന്ന ശേഷം ഒരു അക്രമം ഉണ്ടാവും എന്ന് ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഹദീസിൽ വളരെ വ്യക്തമായും പറയുന്നുണ്ട്. ഇവരൊക്കെ ദുഷ്ടന്മാരല്ല എന്ന് പറഞ്ഞല്ലോ. ആ മംഗോളിയ താർത്താരി വർഗത്തിൽപ്പെട്ട നല്ല ആൾക്കാർ ധാരാളമുണ്ട്. എന്നാൽ ദുഷ്ടായ ആൾക്കാര് വരും എന്ന് മാത്രമല്ല, ദുൽഖർനൈൻ എന്ന മഹാൻ കെട്ടിയ ഒരു മതിലുണ്ട്. അന്ന് ഈ യജൂജ് മജൂജ് മംഗോളിയ താർത്താരി വർഗത്തിൽപ്പെട്ട, ഇന്ന് ഉദാഹരണമായിട്ട് കൊറിയ, ചൈന, മംഗോളിയ, റഷ്യ പോലുള്ള പ്രദേശങ്ങളിൽ ഉള്ള ഈ മംഗളോയിഡ് ഫേസ് കട്ടുള്ള ആൾക്കാർ ഈ വർഗക്കാരിൽപ്പെട്ടവരാണ്. ഈ ആൾക്കാരുടെ ശല്യത്തിൽ നിന്ന് തടുക്കാൻ, അന്നത്തെ അവരുടെ കുഴപ്പത്തിൽ നിന്ന് തടുക്കാൻ, കരമാർഗമുള്ളവരുടെ മുന്നേറ്റത്തിൽ നിന്ന് അവരുടെ ആർമിയെ തടുക്കാൻ അന്ന് ദുൽഖർനൈനി ഒരു മതിൽ കെട്ടി, അന്നത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം എന്ന് ഖുർആനിലെ